ബഹുമാന്യരായ ഉസ്താദുമാരെ, ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനവ സമൂഹം ഇപ്പോൾ പുരോഗതിയിലേക്കുള്ള ദ്രുതഗതിയിലുള്ള പ്രയാണത്തിലാണിപ്പോൾ. അതാകട്ടെ സകല ഗ്രഹങ്ങളും കൈപ്പിടിയിൽ ഒതുക്കുവാനും അവയിലേക്കും വിഹരിക്കാനുമുള്ള പരുന്തിനെ പോലെ ആകാശത്ത് വട്ടമിട്ട് പറക്കാനും അലകടലിന്റെ അടിയിലൂടെ മത്സ്യത്തെ പോലെ ഊളിയിടാനും അവൻ വെമ്പൽ കൊള്ളുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ബന്ധപ്പാടിൽ ഊരും ഉലകവും ചുറ്റുന്ന മനുഷ്യന് ധാർമ്മികതയെ കുറിച്ച് ചിന്തിക്കാൻ പോലും നേരമില്ലാതായിരിക്കുന്നു. ആയുധീകരണത്തിലും ആളും ഭർത്തവും സംഭരിക്കുന്നതിലാണ് ഇന്ന് പലരുടെയും ശ്രദ്ധ കേന്ദ്രീകൃതമായിരിക്കുന്നത്. മനസ്സിൽ നിന്ന് മനസ്സിലുകളേക്ക് സ്നേഹത്തിൽ നിന്ന് സ്നേഹത്തിന്റേതിന്റെ പകരം വിദ്വേഷത്തിന്റെയും പകടയുടെയും തീജ്വാലകൾ സൃഷ്ടിക്കുകയാണ്. ശത്രുതയുടെ വിഷസർപ്പം പണം പെടുത്തി നിൽക്കുന്ന അത്യന്തം ഭീകരവും ബീഭത്സവുമായ സാഹചര്യത്തിലാണ് ധന്യമായ പ്രവാചക സ്മൃതികളിലേക്ക് സന്മനസ്സുകളെ റബീഉൽ അവ്വൽ ക്ഷണിക്കുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണവിശേഷങ്ങളുടെയും മഹത്വത്തിന്റെയും ഉടമയായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവഘടകങ്ങളും പ്രവാചകരിൽ അന്തർലീനമായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹോരാത്രം യത്നിച്ചതും. സാമൂഹിക നന്മയാണ് അവിടുന്ന് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. സ്വാർത്ഥതയ്ക്ക് അവിടെ ലവലേശം പോലും സ്ഥാനമുണ്ടായിരുന്നില്ല. തനിക്ക് വേണ്ടി സ്വയം ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ആരും വിശ്വാസിക്കുകയാവുകയില്ല എന്ന ചരിത്രത്തിലെ പ്രൗഢോജ്വല പ്രഖ്യാപനമാണ് അവിടുന്ന് നടത്തിയത്. ജാതിമത വർണ്ണവർഗ വൈജാത്യവും പ്രവാചക ജീവിതത്തെ തീരെ സ്വാധീനിച്ചിട്ടില്ല. വർണ്ണവെറിയും മതവൈര്യവും പ്രവാചകൻ തൂത്തെറിഞ്ഞു. ഈ ഉദാത്ത സമത്വബോധം ഭാരതീയ നവോത്ഥാനത്തിന്റെ നായകൻ സ്വാമി വിവേകാനന്ദൻ പോലും എടുത്തു പറയുന്നു. സമത്വത്തിന്റെ സന്ദേശവാഹനായിരുന്ന മുഹമ്മദ് നബി സ്വന്തം ജീവിതത്തിലൂടെ മുസ്ലിങ്ങൾക്കിടയിൽ സമ്പൂർണ്ണ സമത്വവും സഹോദര്യം എങ്ങനെയുണ്ടാക്കാമെന്ന് കാണിച്ചു കൊടുത്തു. പോരാ, ജാതിമതവർഗലിംഗ വ്യത്യാസം മുഹമ്മദ് നബിയുടെ മതത്തിലില്ല. അദ്ദേഹം പ്രഖ്യാപിച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത ദൗത്യ നിർവഹണമായിരുന്നു പ്രവാചകന്റെ പ്രബോധനത്തിൽ താളം കണ്ടെത്താൻ ആദ്യം നന്നേ ബുദ്ധിമുട്ടിയെങ്കിലും ഒടുവിൽ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രത്തിന്റെ വിജയത്തിന്റെയും പടവുകൾ ഒന്നൊന്നായി ഓടിക്കയറുകയായിരുന്നു. ത്വായിഫിലും മുഹദിന്റെ താഴ്വരയിലും ഒക്കെ എഴുതിയ ചുടുനിറം ആ വ്യക്തിത്വത്തിന് കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയായിരുന്നു. പ്രതിസന്ധികളിൽ പത്തിമടക്കാത്ത താപോമയമായ അന്തരീക്ഷത്തിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും മാനവികതയുടെയും തിരികൊളുത്തി അവിടെ പ്രശോഭിതമാവുകയായിരുന്നു പ്രവാചകന്റെ നിസ്തുല സേവന സന്നദ്ധതയും പ്രബോധന തൽപരതയും ഒന്നുകൊണ്ട് മാത്രമായിരുന്നു പരിമിതമായ 2 ദശകങ്ങൾ കൊണ്ട് മനസ്സിന്റെ നിഗൂഢ ഘടങ്ങളാൽ അന്തരംഗം കറുത്തിരുണ്ട സമൂഹത്തിന് വെളിച്ചമേകാൻ കഴിഞ്ഞത്. ചുരുക്കത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗമാണ് മാനവതയുടെ ചരിത്രം തിരുത്തി കുറിച്ചത്. അതുകൊണ്ട് തന്നെ ആ പുണ്യ റസൂലിനെ ഒരിക്കലും അവിടുത്തെ ജീവിതം, ആ പുണ്യ റസൂലിനെ സ്നേഹിക്കലും അവിടുത്തെ ജീവിതം അതേപടി അനുവാദനം ചെയ്യലും നമ്മുടെ ബാധ്യതയായി മാറുന്നു. സർവശക്തൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.